ഞാൻ വീണ്ടും കർത്താവിനെ നന്ദി കരയറ്റുന്നു. നമുക്കൊരുമിച്ച് ഇവിടെ വീണ്ടും കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരം അത് തീർച്ചയായും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് വചനത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ അനുഭൂതികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അനുഭൂതികളാണ് പ്രധാനമെന്ന് പറയാനും വചനം ആവശ്യമില്ലെന്ന് പറയാനും പ്രഗത്ഭരായ പല പ്രസംഗകർ പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യം ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ വചനമൊന്നുമല്ല ആവശ്യം, നമുക്ക് അനുഭൂതികൾ വേണം എന്ന് പറയുന്ന പ്രസംഗകർ പോലും ഉയർന്നു വന്നിരിക്കുന്നതായ ഈ കാലയളവിൽ അതല്ല, അനുഭൂതികളല്ല, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. കാരണം എപ്പോഴും നമ്മളെ വളർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇപ്പോൾ ജനിച്ച ശിശുക്കൾ എന്നതുപോലെ നാം രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ നമ്മളെ വിശ്വാസത്തിൽ വളർത്തുന്നത് മറ്റൊന്നുമല്ല, എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടാകാം, അനുഭൂതി ഒരു പരിധിവരെയൊക്കെ ഉണ്ടാകാം. പക്ഷേ അനുഭൂതിയല്ല പ്രധാനം, എന്താണ്? വചനമാണ്. ആ വചനം നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ മറ്റ് പല മെസ്സേജസിലും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതുമായിട്ട് ചേർന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, വചനം കേൾക്കുന്നത് അത്യാവശ്യമാണ്. പക്ഷേ വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിപ്പിൻ. അപ്പോൾ വചനം കേൾക്കണം, അനുസരിക്കണം. അനുസരണമാണ് പ്രധാനം. അനുസരണത്തിലേക്ക് നടക്കണം. ഈ വചനം മുഴുവൻ, നമ്മൾ കേൾക്കുന്ന വചനം അനുസരണത്തിലേക്ക് വളരണം. അനുസരണത്തിലേക്ക് വളരുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. വചനം നാം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്, ഇല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ വചനം കേട്ടു എന്ന് പറയുന്ന ഒരു ആത്മസംതൃപ്തി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയും പ്രോബ്ലമുണ്ട്. അനുഭൂതികൾ ഒരു വശത്ത് മനുഷ്യനെ വഞ്ചിക്കുമ്പോൾ, ഞാൻ വചനം കേൾക്കുന്ന ആളാണ് എന്നുള്ള ഒരു ചിന്തയിൽ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമായി വരുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ വഞ്ചിക്കുകയാണെന്നാണ് അവിടെ പറയുന്നത്. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ വഞ്ചിക്കാതെ. വചനം കേൾക്കണം, പക്ഷേ കേൾക്കുക മാത്രം, കേൾവി കൊണ്ട് അവസാനിക്കാൻ പാടില്ല. എന്തു വേണം? അനുസരണത്തിലേക്കത് നമ്മളെ നടത്തേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒന്ന് നമ്മളത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം, നമ്മൾ ആത്മാവിലത് അറിയണം. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് ഞാൻ ഒരു പ്രത്യേകമായ സബ്ജക്റ്റ് പറയണം എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ട്. ഞാൻ വളരെ വിശാലമായ ഒരു സബ്ജക്റ്റാണ്. അതിനകത്ത് ആദ്യത്തെ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഈ 3 ദിവസം കൊണ്ട് നമ്മൾ എടുക്കുന്നത് പോലും അതിൻ്റെ ആദ്യത്തെ ഭാഗം കാര്യം അതുപോലെ വിശാലമായ ഒരു കാര്യമാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വ്യത്യസ്തരാകുവിൻ എന്നുള്ളതാണ് നമ്മുടെ ഈ ദിവസങ്ങളിലെ വചന പഠനത്തിൻ്റെ കാതലായ സന്ദേശം. ബി ഡിഫറൻറ്റ്. നമ്മൾ വ്യത്യസ്തരാകുവിൻ. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുവിൻ. ആരിൽ നിന്നൊക്കെ ഏതൊക്കെ തലത്തിൽ വ്യത്യസ്തരാകണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായി ഈ വിഷയങ്ങളിലെ, ഈ ദിവസങ്ങളിലെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ കാതലായ സന്ദേശമെന്ന് പറയുന്നത് ബി ഡിഫറൻറ്റ്. നമ്മൾ വ്യത്യസ്തരാകണം എന്നുള്ളതാണ്. വ്യത്യസ്തരാവുക. അപ്പോൾ ഈ വ്യത്യസ്തത, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ഒന്നാമത് ഗ്രഹിക്കേണ്ടതായ ഒരു കാര്യം, വിശ്വാസികളുടെ ജീവിതമെന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ജീവിതമാണ്. അതിന് സംശയമൊന്നുമില്ല. അതായത് നമ്മളെല്ലാവരെയും പോലെ അല്ല. അങ്ങനെ ആകാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ വ്യത്യസ്തരാകണമെന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. അതിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയണം. വ്യത്യസ്തരാകുവാൻ. പഴയതുപോലെ തന്നെ പോകാനാണെങ്കിൽ നമ്മളെ ദൈവം വിളിക്കേണ്ട കാര്യമില്ല. നമ്മളെ വിളിച്ച് വേർതിരിച്ച സംഭവം
കർത്താവ് തന്നെ കർത്താവിൻ്റെ വാക്കുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. നോക്കുക, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവിൻ. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതായത് നമ്മളും ലോകവും തമ്മിൽ ഒരു വേർതിരിവുണ്ട്, വ്യത്യസ്തതയുണ്ട്. നമ്മൾ ലോകക്കാരല്ല. ലോകം നമ്മളെ പകയ്ക്കും. ലോകക്കാരാണെങ്കിൽ പകയ്ക്കത്തില്ല. നമ്മളതിനെക്കുറിച്ച് പഠിക്കാം. ലോകം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എന്താണ്? നമ്മളിപ്പം ലോകക്കാരല്ല. ലോകത്തിലാണ് നമ്മൾ, പക്ഷേ ലോകക്കാരല്ല. കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. He separated us. He called us and separated us. അവൻ നമ്മളെ വിളിച്ചു വേർതിരിച്ചു. ആ വേർതിരിച്ചതുകൊണ്ട്, അതുകൊണ്ടാണ് ലോകം നമ്മളെ പകയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു, അല്ലേ? ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. അങ്ങനെയുള്ളൂ. നമ്മൾ ലോകക്കാരാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ ലോകത്തിൽ പ്രശ്നമൊന്നുമില്ല. എപ്പോഴാണ് പ്രശ്നമില്ല ഉണ്ടാകുന്നത്? പ്രശ്നം ഉണ്ടാകുന്നത് നമ്മൾ ലോകക്കാരല്ലാതെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരാകുമ്പോൾ മാത്രമേ പ്രശ്നം ഉണ്ടാകുന്നുള്ളൂ. അല്ലെങ്കിൽ ലോകക്കാർക്ക് പ്രശ്നമൊന്നുമില്ല, അവർക്ക് സന്തോഷമേ ഉള്ളൂ. ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. അപ്പം ലോകം പകയ്ക്കുന്നെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവമേ, അപ്പം ഞാൻ ലോകക്കാരനല്ല അല്ലേ, ഞാൻ വ്യത്യസ്തനാണല്ലേ. അത് നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്. ലോകം നമ്മളെ പകയ്ക്കുന്നുവെങ്കിൽ, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങളിപ്പോൾ ലോകക്കാരല്ല, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. വി ആർ ചോസൻ, കോൾഡ് ആൻഡ് ചോസൻ. തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മളൊരു തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. നമ്മളതിനെക്കുറിച്ച് പിന്നീട് കാണുന്നുണ്ട്. വി ആർ ചോസൻ ബൈ ഗാഡ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തു എന്നല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അതെന്തൊരു ഭാഗ്യമാണ്, എന്തൊരു ഭാഗ്യമാണ്. കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് യു ആർ ചോസൻ ആൻഡ് സെപ്പറേറ്റഡ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്, വേർതിരിക്കപ്പെട്ടവരുമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ വേർതിരിക്കപ്പെട്ടവരാണ്. ആകമാനമായി ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ. വേർപാടിൻ്റെ ഉപദേശമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർപാടിൻ്റെ ഉപദേശം ആ രീതിയിൽ നമ്മൾ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല, അനുഭവിക്കുന്നുമില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ലോകക്കാരാകാനുള്ള ഒരു വെമ്പലാണ് പൊതുവെ നമ്മൾ കാണിക്കുന്നത്. അല്ല, വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. വി ആർ called by God, separated by God. We are chosen by God. നമ്മൾ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വേർതിരിക്കപ്പെട്ടവരാണ്. നമ്മൾ ലോകക്കാരല്ല. നേരത്തെ നമ്മൾ ലോകത്തിൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ ലോകക്കാരല്ല. ഇപ്പോൾ, നേരത്തെ ആയിരുന്നു, ഇപ്പോൾ വി ആർ നോട്ട് ഓഫ് ദ വേൾഡ്. നേരത്തെ ലോകക്കാരായിരുന്നു, അല്ലേ? ലോകക്കാരെങ്ങനെയൊക്കെ പോകുന്നു അതുപോലെ തന്നെയായിരുന്നു നമ്മളുമായിട്ട് ലോകക്കാരുമായിട്ട് നമുക്ക് യാതൊരു ഡിഫറൻസും ഇല്ലായിരുന്നൊരു കാലമുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനല്ല. എന്താ സംഭവിച്ചത്? ഇടയ്ക്ക് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു, വേർതിരിച്ചു. ലോകക്കാരായിരുന്നപ്പോൾ ലോകം നമ്മെ നന്നായിട്ട് സ്നേഹിച്ചു. ഇപ്പോഴും ലോകക്കാരായാൽ സ്നേഹിച്ചോളൂ. പക്ഷേ നമ്മൾ ലോകക്കാരല്ലാത്തത് കൊണ്ട് ഇന്ന് ലോകം നമ്മളെ പകയ്ക്കുന്നു. ലോകം തന്നെ പറയുന്നത്, എടാ അവനെ നമ്മളെപ്പോലൊന്നും അല്ല, അവൻ ഡിഫറെൻറ്റാണ്, ഈസ് ഡിഫറെൻറ്റ്. അത് നമ്മളെ പറയേണ്ടത് ഞാൻ ഡിഫറെൻ്റ് ആണെന്ന്. പക്ഷേ
ശരിയായിട്ട് ഡിഫറൻ്റ് ആണെങ്കിൽ, വ്യത്യസ്തനാണെങ്കിൽ ലോകക്കാർ തന്നെ പറയും എന്താ, അവൻ നമ്മളെ പോലല്ല, അവൻ ലോകക്കാരനല്ല, അവനെ സ്നേഹിക്കരുത്, അവൻ നമ്മുടെ സ്വന്തമല്ല. ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നെന്നാണ്. അപ്പം ലോകം തന്നെ പറയാണ്, ഇവൻ നമ്മളെ അല്ലടാ, നമ്മുടെ വകയല്ല, ഹീ ഈസ് നോട്ട് ഓഫ് അസ്, നമ്മുടെ ഭാഗമല്ല അവൻ, ഹീ ഈസ് ഡിഫറൻറ്റ്. അതുകൊണ്ട് നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല, നമ്മളിൽ നിന്ന് വ്യത്യസ്തനാണ്. അതുകൊണ്ട് ലോകം അവനെ പകയ്ക്കുന്നു, ലോകം അവനെ പകയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ലോകക്കാരായിരിക്കുന്നവരെ ഇന്നും ലോകം സ്നേഹിക്കും. നമ്മളെ ലോകം സ്നേഹിക്കാൻ നല്ല ഒരു കാര്യം, ലോകം സ്നേഹിക്കണമെന്നുള്ളവർ ലോകക്കാരെ പോലെ ആയാൽ മതി, ലോകക്കാരെ പോലെ ആയാൽ മതി. ഞാനൊരിക്കൽ ഒരു കവലയിൽ ഇങ്ങനെ നിൽക്കുക നമ്മുടെ നാട്ടിൽ. അപ്പം ഒരാളെക്കുറിച്ച് നാട്ടിൽ ആ കവലയിൽ നിന്നുകൊണ്ട് 1-2 പേര് പറഞ്ഞതാണ്, വേറൊരാളെക്കുറിച്ച് പറഞ്ഞതാണ്, എടാ ആ പുള്ളിക്കാരനെക്കുറിച്ച് നീ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല, അവൻ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും നമ്മളെ പോലാണ്, അവനെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനെ വേർതിരിച്ച് നിർത്തേണ്ട കാര്യമില്ല, അവൻ പിന്നെ ഇടയ്ക്ക് ഓരോ പാട്ട് പാടും, പിന്നെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ബാക്കി എല്ലാ കാര്യത്തിലും അവൻ നമ്മളെപ്പോലെ. അത് പറയിക്കരുത്. നമ്മൾ ഡിഫറൻ്റ് ആണെന്ന് ലോകം പറയട്ടെ, ഞാൻ വ്യത്യസ്തനാണെന്നുള്ളത് ഞാൻ അറിയണം, പക്ഷെ ലോകവും അതറിയണം, ലോകം അതറിയും. ഇവിടെ നമ്മൾ വായിക്കുന്നത് 18-ാമത്തെ വാക്യത്തിൽ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ ആരെ പകച്ചു? യേശുവിനെ പകച്ചു. നാം ലോകക്കാരായിരുന്നപ്പോൾ ലോകം നമ്മളെ സ്നേഹിച്ചു, പക്ഷേ യേശു ഒരിക്കലും ലോകക്കാരനായിരുന്നില്ല, അതുകൊണ്ട് യേശുവിനെ ഒരിക്കലും ലോകം സ്നേഹിച്ചിട്ടുമില്ല. ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോൾ ദൈവം, യേശു നമ്മളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ ലോകക്കാരല്ല, നമ്മൾ വ്യത്യസ്തരാണ്. അതുകൊണ്ട് ബിക്കോസ് വി ആർ ചോസൻ ആൻഡ് സെപ്പറേറ്റഡ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരും ആയതുകൊണ്ട് ലോകം നമ്മളെ പകയ്ക്കുന്നു. അപ്പോൾ നമുക്കുള്ള ആശ്വാസം എന്താണെന്നറിയാമോ? എന്നെ അല്ല ലോകം ആദ്യം പകച്ചത്, എനിക്ക് മുമ്പേ ആരെ പകച്ചു? എൻ്റെ കർത്താവിനെ ലോകം പകച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിലും ഇതേപോലെ തന്നെ കർത്താവ് സംസാരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. നമ്മളും ലോകവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 17-14 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക കൊണ്ട് ലോകം അവരെ പകച്ചു. എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ പകച്ചു. പ്രിയമുള്ളവരെ, ഇവിടെയും ആ വചനത്തിൻ്റെ കർത്താവ് പറയാണ്, നമുക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകത, യേശു നമ്മളെ വിളിച്ചു, വേർതിരിച്ച് ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയപ്പോൾ അവിടുത്തെ വചനം നമുക്ക് തന്നിരിക്കുകയാണ്, അവിടുത്തെ വാക്കുകളെ തന്നിരിക്കുകയാണ്, അവിടുത്തെ ജീവിത അല്ലെങ്കിൽ ദർശനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ആ ദർശനമനുസരിച്ചാണ്, യേശുവിൻ്റെ വചനമനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ നാച്ചുറലി നമ്മൾ ലോകക്കാരല്ലാതാകും. പിന്നെ ലോകത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇപ്പം ഞാൻ കേൾക്കുന്നത് യേശുവിൻ്റെ വചനമാണ്, ഇപ്പോൾ ഞാൻ അനുസരിക്കുന്നത് യേശുവിൻ്റെ വചനമാണ്. കാര്യം, എന്നെ വിളിച്ച് വേർതിരിച്ചപ്പോൾ യേശു തൻ്റെ വചനം എനിക്ക് തന്നു. ലോകത്തിൻ്റെ വചനം തരും, പക്ഷെ ഞാൻ ആ ലോകത്തിൻ്റെ വചനം സ്വീകരിക്കാതിരിക്കുമ്പോൾ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. നമ്മളെ പകയ്ക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. യെസ്, ദാറ്റ് വിൽ ഹാപ്പൻ. അത് സംഭവിക്കും. അത് സംഭവിക്കുന്നില്ലെന്നുള്ളതാ പ്രശ്നം.
അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ലോകത്തിന് നമ്മളെ പകയില്ലാതെ വന്നിരിക്കുകയാണിപ്പം. മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഉള്ളെന്നുള്ളതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പറയുന്ന അവസ്ഥ അതുണ്ടാകരുത്. യെസ്, വി നീഡ് ടു ബി ഡിഫറൻറ്റ്. നമ്മുടെ സന്ദേശം അതാണ്, വ്യത്യസ്തരാകുക. വ്യത്യസ്തരാകുവാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. പക്ഷേ കർത്താവ് നമ്മളെ വ്യത്യസ്തരാക്കുവാൻ വിളിച്ച് ലോകത്തിൽ തന്നെയാണ് ആക്കിയിരിക്കുന്നത്, അല്ലേ? ചിലപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ട്, എന്തൊരു പ്രയാസമോ ഈ ലോകത്ത് ജീവിക്കാൻ, നമ്മളെ അങ്ങ് എടുത്താൽ മതിയായിരുന്നെന്ന്. എടുക്കപ്പെടുവാനുള്ള ആഗ്രഹം വളരെ നല്ലതാണെങ്കിലും അത് അസഹിഷ്ണുത കൊണ്ടാകരുത്. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, കർത്താവ് ഇങ്ങ് വന്നാൽ മതിയായിരുന്നു, എന്നാ ഇവിടെ അങ്ങ് മടുത്തന്നേ. അപ്പോൾ ഇവിടെ മടുക്കുന്നത് കൊണ്ടല്ല അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ മടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ മടുക്കുന്നത് കൊണ്ടല്ല, പ്രത്യുത യേശു കർത്താവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ അവനോട് ചേർന്ന് ജീവിക്കാനുള്ള ആ അഭിവാഞ്ച കൊണ്ട് വേണം പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അവരെ ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവ് പറയുകയാണ്, പിതാവേ, നീ അവർ ലോകക്കാരല്ലാത്തത് കൊണ്ട് ലോകം അവരെ വെറുക്കുന്നു, പകയ്ക്കുന്നു, അതുകൊണ്ട് എന്നാൽ പിന്നെ അവരെ അങ്ങ് എടുക്കുക എന്നല്ല ഞാൻ പറയുന്നത്. അവർ ലോകത്തിൽ തന്നെ നിൽക്കട്ടെ, പക്ഷേ വേറെ കാര്യമുണ്ട്, ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ നീ കാത്തുകൊള്ളണം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് പ്രൊട്ടക്ഷനൊന്നും ഇല്ലെങ്കിലും നമ്മൾ ദുഷ്ടൻ നമ്മളെ നശിപ്പിച്ച് കളയാതിരിക്കുവാനുള്ള പ്രൊട്ടക്ഷൻ പിതാവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. കർത്താവിൻ്റെ ആ ഒരു തൻ്റെ ഇടമൊന്ന് ആലോചിച്ച് ശിഷ്യന്മാരെ കുറിച്ച് പറയാണ്, ഞാൻ ലൗകികന്മാരല്ലാത്തതുപോലെ അവരും ലൗകികന്മാർ അല്ല. നീ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. നീ അവരെ എടുക്കണമെന്നല്ല, പക്ഷേ നീ അവരെ വിശുദ്ധീകരിക്കണം. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം. ദുഷ്ടൻ തൊടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാകാതെ സൂക്ഷിച്ചോണമെന്നാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അപകടം ഉണ്ടാകാതെ സൂക്ഷിച്ചോണമെന്നല്ല പറയുന്നത്. കർത്താവെ, ദുഷ്ടൻ അവരെ കീഴ്പ്പെടുത്തരുത്, ദുഷ്ടൻ അവരെ കീഴ്പ്പെടുത്തരുത്. ഏറ്റവും വലിയ ഡിസാസ്റ്റർ, ദുരന്തമെന്ന് പറയുന്നത് നമ്മൾ ദുഷ്ടന് കീഴ്പ്പെടുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രതിസന്ധികളൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, ഈ പ്രതിസന്ധികളിൽ അവരെ രക്ഷിക്കണം. കാര്യം ഞാനൊരു മനുഷ്യനാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം പീഡനമെങ്കിൽ വന്നോട്ടെ എന്ന് പറയാനുള്ള തൻ്റെ ഇടമൊന്നും എനിക്ക് ഇല്ല. പക്ഷേ അതിനേക്കാൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്, കർത്താവെ, ഈ പീഡനങ്ങളുടെ സമയത്ത് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പോയി പോകുവാൻ ഇടവരരുതേ. പീഡനത്തേക്കാൾ വലിയ ദുരന്തമാണ് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ ദുരന്തത്തിൻ്റെ സമയത്ത് വിശ്വാസത്തിൽ നിന്ന് പോകുന്നത്. കർത്താവ് തന്നെ പത്രോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? പത്രോസേ, നിന്നെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിൻ്റെ വിശ്വാസം പൊയ്പോകും എന്ന് വെച്ച് അനുവാദം കൊടുത്തില്ല. കർത്താവിൻ്റെ കൺസേൺ അതാ, നമ്മുടെ വിശ്വാസം പൊയ്പോകരുത്. അതുകൊണ്ട് കർത്താവ് പറയാണ്, കർത്താവെ, അവരെ എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. യേശു നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, ലോകത്തിൽ നിന്ന് വിളിച്ചു, തിരഞ്ഞെടുത്തു, വേർതിരിച്ചത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ പ്രധാനമാണ്. സെപ്പറേഷൻ പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സാങ്ക്ടിഫിക്കേഷൻ. വേർപാട് പോലെ പ്രധാനമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. വേർപെടുന്നത് വിശുദ്ധിക്ക് വേണ്ടിയാകണം. ലോകത്തിൽ നിന്ന് വേർപെട്ടിട്ട് മറ്റെന്തെങ്കിലും ആവുകയല്ല. ഞാൻ അവിടെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യം ആകുന്നു. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്
ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ആ സമയത്താണ് ഇവിടെ ഓരോ പേക്കൂത്ത് കാണിക്കുന്ന പാർട്ടികളെല്ലാം കൂടെ പറയുന്നത് വചനമോ, എന്തോ വചനം, വചനത്തിനപ്പുറത്താണ് വെളിപ്പാട്, വചനത്തിനപ്പുറത്താണ് അനുഭൂതികൾ എന്നൊക്കെ പറയുന്ന. നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. വചനത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരെ എപ്പോഴും അകറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. പുറമേ ഉള്ള കാര്യങ്ങളല്ല പ്രധാനം. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ നിന്നാണ് നമ്മളെ വേർതിരിച്ചത്, പക്ഷേ ഇപ്പോൾ എങ്ങോട്ട് തന്നെ അയക്കുകയാണ്? ലോകത്തിലേക്ക് തന്നെ അയക്കുകയാണ്. നമ്മളെ വിളിച്ച് വേർതിരിച്ച് ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോവുകയല്ല. കർത്താവ് എന്നെ വിളിച്ചു, ലോകത്തിൽ നിന്ന് വിളിച്ചു, എന്നെ തിരഞ്ഞെടുത്തു, എന്നെ വിശുദ്ധീകരിച്ചു, സെപ്പറേറ്റ് ചെയ്തു, വേർതിരിച്ചു, എന്നെ ആ വിശുദ്ധിയിൽ വളർത്തുകയാണ്. ആ വിശുദ്ധിയിൽ വളർത്തുന്നതിന് ഈ ഭൂമിയിൽ കർത്താവ് നൽകിയിരിക്കുന്നതാണ് അവൻ്റെ വചനം. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മളെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഈ നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അന്ന് തന്നെ ഒരു കാർ ഇടിച്ച് നമ്മളങ്ങ് ചത്താടുന്നത് നേരെ സ്വർഗത്തിൽ പൊക്കോളുവാണ്. പിറ്റേ ദിവസമാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി അറിയാൻ പറ്റുകയില്ല. അപ്പം അന്ന് തന്നെ ഒരു കാർ ഇടിച്ചങ്ങ് നേരെ അങ്ങ് പോയായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ ആളുകൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകല്ല, ഈ ഭൂമിയിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ്. അതിന് കർത്താവിന് പല ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ അവൻ്റെ വിശുദ്ധി പ്രാപിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അവരും സാക്ഷാൽ 19 വാക്യത്തിൽ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുക, സാങ്ക്ടിഫൈഡ് ആകുക എന്ന് പറയുന്നത്. കർത്താവ് പറയുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ അതേപോലെ ഇവരുടെ വചനത്താൽ അനേകർ വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കണം. അപ്പം അതിനും കൂടെയാണ് നമ്മളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമ്മൾ സാക്ഷിക്കുന്നവരായിരിക്കണം, നമ്മൾ വ്യത്യസ്തരായിരിക്കണം, നമ്മൾ വേർപെട്ടവരായിരിക്കണം, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടവരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. എന്നാൽ അതേപോലെ നമ്മൾ സാക്ഷികളാകണം. ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ നമ്മളുടെ ഈ ഒരൊറ്റ ബൈബിൾ ക്ലാസ്സിൽ പറയാൻ നേരമില്ലാത്തത് കൊണ്ടാണ് വ്യത്യസ്തരാകുക എന്ന വിഷയം മാത്രം പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ പോകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 15 അധ്യായത്തിൽ നമ്മൾ കണ്ടതായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 18 വാക്യം മുതലാണല്ലോ നമ്മൾ വായിച്ചതാണല്ലോ. അവിടെ നമ്മൾ കാണുന്നത്, ലോകം നിങ്ങളെ പകച്ചിരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു അറിവിൻ. ഞാൻ അല്ലാതിരുന്നത് കൊണ്ട്, ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലമുണ്ട്. നമ്മൾ ലോകക്കാരായിരുന്നതായ ഒരു ഭൂതകാലം. പക്ഷേ യേശു ഒരിക്കലും ലോകക്കാരൻ ആയിരുന്നില്ല. എന്നിട്ടും ലോകക്കാരനല്ലാത്തത് കൊണ്ട് ലോകം അവനെ പകച്ചു. ആ യേശുവിന് ലഭിച്ചതേ എനിക്കും ലഭിക്കത്തുള്ളൂ. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. അതിൻ്റെ 20 വാക്യത്തിൽ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് ഓർപ്പിൻ. അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടേതും പ്രമാണിക്കും. നോക്കുക, എന്നെ ലോകം പകയ്ക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ ലോകം പകച്ചു. ഒരു കാര്യം ഞാൻ പറയാം പ്രിയമുള്ളവരെ,
ലോകം യേശുവിന് കൊടുത്തത് മതി എനിക്ക്. യേശുവിന് എന്താണ് ലോകം കൊടുത്തത്? കിരീടമല്ല. യേശുവിന് ലോകം കൊടുത്തത് ക്രൂശാണ്. നമുക്ക് നമ്മുടെ അവകാശമെന്ന് പറയാൻ കഴിയുന്നത് അതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവം ഭൂമിയിലേക്ക് യേശുവിനെ അയച്ചു. ലോകം അവനെ മാനിച്ചില്ല, അവനെ ക്രൂശ് കൊടുത്തു, നിന്ന് കൊടുത്തു, പീഡനം കൊടുത്തു, ക്രൂശ് കൊടുത്തു, മരണം. ഇതൊക്കെയാണ് നമ്മളും മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇതൊക്കെ മതി നമുക്കും. എം ചെറിയാൻ സാറ് പാടിയൊരു പാട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ടാണ്. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരെനിക്കെന്തിനായി. നാഥന് കൊടുത്തത് മുൾമുടിയാണെങ്കിൽ നീ തരുന്ന പേരെനിക്കെന്തിനാ? നീ തരുന്ന പദവികൾ എനിക്കെന്തിനാ? നീ തരുന്ന പണം എനിക്ക് എന്തിനാണ്? ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മോഹം ഇന്ന് വർദ്ധിച്ചു വരുമ്പോൾ ഓർക്കണം, യേശുവിനില്ലാത്തത്, യേശുവിന് ലഭിക്കാത്തതിനെയാണ് നമ്മൾ മോഹിക്കുന്നത്. യേശുവിന് ഈ ഭൂമിയിൽ ആരും പേര് കൊടുത്തില്ല, പദവികൾ കൊടുത്തില്ല. യേശു അത് ആഗ്രഹിച്ചില്ല. ലോകം അവന് കൊടുത്തത് മുൾമുടിയാണ്. അതുകൊണ്ട് എനിക്ക് അത് മതി, വേറെ ഒന്നും വേണ്ട. കൊച്ചുകുഞ്ഞുദേശി പാടുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, കേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട. കേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരൊന്നും എനിക്കിവിടെ വേണ്ട. ഇവിടുത്തെ കേമന്മാരുടെ ലിസ്റ്റിൽ എൻ്റെ പേരൊന്നും വേണ്ട എനിക്ക്. കാരണം ലോകം യേശുവിന് കൊടുത്തത് എന്താണോ അത് മാത്രമേ ലോകം എനിക്ക് സ്വാഭാവികമായി തരികയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. അങ്ങനെ ലോകത്തെ സ്നേഹിച്ച്, പദവികളെ സ്നേഹിച്ച്, പണത്തെ സ്നേഹിച്ച് അങ്ങനെ പോയാൽ ഇതൊക്കെ കിട്ടും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അതൊരു ഇൻ്റർനാഷണൽ ട്രൂത്ത് ഒന്നൊന്നും അല്ല, എങ്കിലും എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് വാട്ട് യു ലവ് യു വിൽ ഗെറ്റ്. നിങ്ങൾ എന്തിനെ സ്നേഹിക്കുന്നോ അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പണത്തെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പണം കിട്ടും. പണത്തെ സ്നേഹിക്കുന്നവനേ പണം കിട്ടത്തുള്ളൂ, എന്നാലെല്ലാം കൂട്ടി വെക്കത്തുള്ളൂ. നിങ്ങൾ പദവികൾ സ്നേഹിച്ചാൽ മിക്കവാറും നിങ്ങൾക്ക് പദവികളൊക്കെ കിട്ടിയെന്നിരിക്കും. വലിയ പദവി അല്ലെങ്കിലും പദവികളൊക്കെ കിട്ടും. പക്ഷേ ഇഫ് യു ലവ് ജീസസ് യു വിൽ ഹാവ് ജീസസ്. നിങ്ങൾ യേശുവിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് യേശുവിനെ കിട്ടും. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ലോകം സ്നേഹിക്കുന്നതിനെ നമ്മൾ സ്നേഹിക്കാൻ പാടില്ല. ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതാനുഭവമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്ന് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ നമ്മൾ ലോകക്കാരായിരുന്നു, അന്ന് ലൗകികരായി നമ്മൾ ജീവിച്ചു. ഒരിക്കൽ, നേരത്തെ ഒരിക്കൽ. എന്നാൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ അല്ല. നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മുടെ പാസ്റ്റും നമ്മളുടെ പ്രസൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഒരിക്കൽ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ ഡിഫറൻ്റാണ്. പഴയ കാലത്തെ കാര്യങ്ങളല്ല. ഇപ്പോൾ 1 പത്രോസിൻ്റെ ലേഖനം, അവിടെ ഈ നേരത്തെയും ഇപ്പോഴും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പത്രോസ് പറയുന്നതായ ഒരു വേദഭാഗമുണ്ട്. 1 പത്രോസ് അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ആ അറിവില്ലെങ്കിൽ, അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് നമ്മൾ അത് മനസ്സിലാക്കുന്നത്. ആ വചനം നമ്മൾ അനുസരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വചനം കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കണം. ഈ 1 പത്രോസ് 2:8 പറയുന്ന ഇതാണ്, അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുമിരിക്കുന്നു. വേറൊരു കോണ്ടെക്സ്റ്റാണ് അവിടെ പറയുന്നത്. അവർ വചനം അനുസരിക്കായികയാൽ അവർ ഇടറിപ്പോകുന്നു. നമ്മളങ്ങനല്ല, നമ്മൾ അവരെ പോലെ അല്ല, നമ്മൾ ഡിഫറൻ്റാണ്. നേരത്തെ നമ്മൾ എങ്ങനെയാണോ അതിലേക്കുള്ള മടങ്ങിപ്പോക്ക്,
അതാണ് പലപ്പോഴും ഇന്ന് സഭകളിൽ സംഭവിക്കുന്നത്. സഭയെ ദൈവം ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചു. എന്നാൽ ഇന്ന് സഭയും പല സഭാജനങ്ങളും ലോകത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. രാഷ്ട്രീയക്കാരെ പോലെയും ലൗകികരായ ആളുകളെ പോലെയും നമ്മളുമായി തീരുന്നു. ലോകത്തിലുള്ളതെല്ലാം സഭയിലേക്ക് കുടിയേറുകയാണ്. പണ്ട് നമ്മുടെ അജ്ഞാന കാലത്ത് എന്തൊക്കെ ആയിരുന്നോ അതിലേക്കുള്ള മടങ്ങിപ്പോക്ക് അതുണ്ടാകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഈ സന്ദേശം മുഴുവൻ പറയുന്നതാണ്. നമ്മൾ ഡിഫറൻ്റ് ആയിരിക്കണം. നമ്മൾ പഴയതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം. വി നീഡ് ടു ബി ഡിഫറൻറ്റ്. പണ്ട് നമ്മൾ ആരായിരുന്നു? അവിടെ എഴുതിയിരിക്കുന്നത്, ഒരിക്കൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ. നമ്മൾ ഒരിക്കൽ അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ നമ്മൾ അത്ഭുത പ്രകാശത്തിലാണ്. ഒരിക്കൽ അന്ധകാരത്തിൽ, ഇപ്പോൾ അത്ഭുത പ്രകാശത്തിൽ. ഇനിയും അന്ധകാരത്തിലേക്ക് പോകരുത്. പിന്നെ നിങ്ങൾ ആ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, നോക്കുക, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുമ്പേ ഇപ്പോൾ, ഈ ഡിഫറൻസ്, മുമ്പേ നിങ്ങൾ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇപ്പം ഞാൻ ആരാണെന്നുള്ളതെങ്കിലും ഞാൻ അറിയണം. ആ മുമ്പേ ഇപ്പോൾ എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് നമ്മൾ തിരിച്ചറിയണം. മുമ്പേ നമ്മൾ ജനമല്ലാത്തവരായിരുന്നു. നേരത്തെ അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. 10-ാമത്തെ വാക്യത്തിൽ മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. നോക്കുക, മുമ്പേ ജനമല്ലാത്തവർ. മുമ്പേ നമ്മൾ ദൈവത്തിൻ്റെ ജനമല്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ ജനമാണ്. മുമ്പേ കരുണ ലഭിക്കാത്തവരായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ കരുണ ലഭിച്ചവർ തന്നെ. മുമ്പേ ഇപ്പോൾ എന്ന് പറയുന്ന ഈ ഡിഫറൻസ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെയും ഇപ്പോഴും തമ്മിലുള്ള ഡിഫറൻസാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഓടിച്ചു വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയിർപ്പിച്ചു. അപ്പോൾ ഒരിക്കൽ നമ്മൾ മരിച്ചവരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികമായി മരിച്ചവരാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആത്മീയമായി നമ്മൾ മരിച്ചവരായിരുന്നു. നമ്മളെ കൊന്നതാരാ? നമ്മുടെ അതിക്രമങ്ങളും പാപങ്ങളും. മരിച്ചവരായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് മരിച്ചവരായിരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന് മരിക്കുകയാണ്. മരിച്ചു കിടക്കുന്ന ആൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. മരിച്ചു കിടക്കുന്ന ആൾ എന്ത് ചെയ്യത്തില്ല? റെസ്പോണ്ട് ചെയ്യത്തില്ല. എന്നതുപോലെ നമ്മൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നപ്പോൾ ദൈവത്തോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യത്തില്ലായിരുന്നു. ബിക്കോസ് വി വർ ഡെഡ്. അങ്ങനെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരുന്നവരായിരുന്നത് കൊണ്ട് നമുക്ക് ദൈവബന്ധമില്ലായിരുന്നു. നമ്മുടെ പഴയ അവസ്ഥയാണ്, മുമ്പേ, ഇപ്പോഴല്ല, മുമ്പേ. എന്നാൽ അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മളെ അവൻ ഉയിർപ്പിച്ചു. ഇപ്പം നമുക്ക് ജീവനുണ്ട്. ഉയിർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. നമ്മൾ ശബ്ദം കേൾക്കും, നമ്മൾ കണ്ണുകൊണ്ട് കാണും, നമ്മൾ ചെവി കൊണ്ട് കേൾക്കും, നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ആത്മീകമായി മരിച്ചിരുന്നവരായ നമ്മൾ അന്ന് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. അവൻ നമ്മളെ ഉയിർപ്പിച്ചു. ഇപ്പം
ഇപ്പം നമുക്ക് ജീവനുണ്ട്. മുമ്പേ ജീവനില്ലായിരുന്നു, ഇപ്പോൾ നമുക്ക് ജീവനുണ്ട്. അങ്ങനെ ജീവനുള്ളത് കൊണ്ട് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുന്നവരായിരിക്കണം നമ്മൾ. ദൈവം പറയുന്നത് കേൾക്കുന്നവർ, അനുസരിക്കുന്നവർ. അങ്ങനെയാണോ? അത് നമ്മളോട് തന്നെ ചോദിക്കണം. ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ എന്ന് ചോദിക്കുക, ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ടോ? അവിടുത്തെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടോ? ഞാനിത് പറയാൻ കാര്യം, വിശ്വാസികളെന്ന് പറയുന്നവരിൽ തന്നെ നല്ലൊരു ശതമാനവും ദൈവശബ്ദം കേൾക്കുന്നവരല്ല. അവർ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരൊക്കെ ആയിരിക്കാം, പക്ഷേ വീണ്ടും ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, മരിച്ച പോലെ കിടന്ന് ഉറങ്ങുന്നവനായിരിക്കും. കർത്താവ് തന്നെ പറഞ്ഞു, ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റുന്നു. അപ്പോൾ അവന് മരിച്ചില്ല, ഉറക്കമാണ്. പക്ഷേ ഉറക്കം മരിച്ചവനെ പോലെ കിടന്നുറങ്ങുക, റെസ്പോണ്ട് ചെയ്യത്തില്ല. അങ്ങനെ ആകരുത്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ ജീവനുള്ളവരായിരിക്കണം. നേരത്തെ നമ്മൾ എങ്ങനെയുള്ള രണ്ടാമത്തെ വാക്യം എഫേസ്യർ 2:2, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു. അപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും നമ്മൾ മരിച്ചവരായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് മരിച്ചവരായിരുന്നു. പക്ഷേ ദൈവത്തിന് മരിച്ചിരുന്നപ്പോഴും നമ്മൾ ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അപ്പോൾ മരിച്ചു കിടക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതെ, ആർക്ക് മരിച്ചിരിക്കുകയായിരുന്നു? ദൈവത്തിന് മരിച്ചവരായിരുന്നു. പക്ഷേ സാത്താന് അഥവാ ഈ ലോകത്തിൻ്റെ അധിപതിക്ക് ജീവിക്കുന്നവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരിച്ചവരാണെന്നുള്ളത് പോലും നമ്മൾ അറിയുന്നില്ല. പക്ഷേ ദൈവത്തിന് മരിച്ചവരായിരുന്നു. അതാണ് നമ്മുടെ മുമ്പലത്തെ അവസ്ഥ. ആ അവസ്ഥ മാറി. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. നോക്ക്, ഇതെല്ലാം മുമ്പെയാണ്. ഇപ്പോൾ വ്യത്യസ്തരാകുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. ഇപ്പോൾ അങ്ങനെ ആകരുത്. ഇനി നമ്മുടെ ജഡമോഹങ്ങളിൽ നടക്കരുത്. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുകയില്ലെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒന്നിനോടെ ജീവിക്കാൻ പറ്റൂ. ഒന്നുകിൽ ജഡത്തിന് ജീവിക്കുക, പക്ഷേ നാശത്തിലേക്കാണ് അതിൻ്റെ പോക്ക്. അല്ലെങ്കിൽ ആത്മാവിന് ജീവിക്കുക. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, ജഡത്തിന് ജീവിച്ചപ്പോൾ, നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. ദൈവത്തിന് മരിച്ച് ജഡത്തിന് ജീവിക്കുന്നവർ കോപത്തിൻ്റെ മക്കളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മേൽ ദൈവകോപം വന്ന് നിപതിക്കും എന്നതിന് സംശയമില്ല. എന്നാൽ ദൈവത്തിന് കരുണ തോന്നി, നമ്മളെ അവിടുന്ന് തെരഞ്ഞെടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത്, കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ എത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയിർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. ഇരുത്തും എന്ന ഫ്യൂച്ചർ ടെൻസ് അല്ല പറയും. നമ്മൾ ഒരിക്കൽ സ്വർഗത്തിൽ പോകും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ തന്നെ ആ സ്വർഗത്തിൻ്റെ ജീവിതമാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. മുമ്പേ നമ്മൾ നരകത്തിൻ്റെ ജീവിതമാണ്, നമ്മളാരും അറിഞ്ഞില്ല, പക്ഷേ നരകത്തിൻ്റെ ജീവിതമാണ് ജീവിച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൻ്റെ ജീവിതമാണ് ജീവിക്കുന്നത്. കാര്യം, എന്നെ അവൻ ഉയിർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്.
നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും അല്ലെന്ന് താഴെ പറയുന്നുണ്ട്. എന്ന് തന്നെയല്ല, ഇങ്ങനെ ഒരു പുതിയ ജീവിതം തന്നപ്പോൾ 10-ാമത്തെ വാക്യത്തിൽ നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ മരിച്ചവരായിരുന്നു, ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നവരാണ്. നമ്മളെ ജീവിപ്പിച്ചത് കർത്താവിൻ്റെ കൃപയാണ്. ക്രിസ്തുയേശുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? സൽപ്രവൃത്തികൾക്കായി. ചില്ലറ സൽപ്രവൃത്തികളുടെ കാര്യം മാത്രമല്ല ഇവിടെ പറയുന്നത്. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി യേശുവിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ സൽപ്രവൃത്തി എന്ന് പറയുന്നത്. യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവരാകേണ്ടതിന്. കാര്യം നമ്മളെ ക്രിസ്തുയേശുവിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നിൽ യേശു വസിച്ചുകൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന അവസ്ഥയിലേക്ക്. മുമ്പേ ഞാൻ കോപത്തിൻ്റെ മക്കളായിരുന്നു, ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഞാൻ ഡിഫറൻ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു പ്രധാനപ്പെട്ട കാര്യം. 13-ാം വാക്യത്തിൽ, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഓരോ വാക്യങ്ങളും എടുത്തു പറയാനുണ്ട്. ഓരോ വാക്യങ്ങളും സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിനെ ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകാത്തത്. പക്ഷേ നിങ്ങളിത് വായിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം മൊത്തം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ 15-ാമത്തെ വാക്യത്തിൽ, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനോട് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. യേശു ക്രിസ്തുവിൽ പരിച്ഛേദനക്കാരും അതൊക്കെയാണ് അവിടെ പറയുന്നത്. അവരെല്ലാം ഒന്നാക്കി തീർത്തതായ ദൈവകൃപ, നമുക്ക് ദൈവത്തിങ്കിലേക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അങ്ങനെ പണിയുകയാണ് നമ്മളെ. അങ്ങനെ പണിയുകയാണ്. മുമ്പേ ഇപ്പോൾ എന്ന് പറയുന്ന ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മൾ അറിയണം ഇപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ളത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ആരാണെന്നുള്ളത് ഞാൻ അറിയണം. വിശ്വാസികളിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും നമ്മൾ ആരാണ് എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി നമുക്കങ്ങോട്ട് ബോധ്യമില്ലാത്ത രീതിയിൽ, വിശ്വാസിയാണെന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ യേശുവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഐഡൻറ്റിറ്റിയെ കുറിച്ച് ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ, അതായത് ഇപ്പോൾ നമ്മൾ ആരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മൾ ആരാണ്, നേരത്തെ നമ്മൾ ആരായിരുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചല്ലോ, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. വി ആർ എ ചോസൻ ജനറേഷൻ. അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് കാര്യം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ചോസനാണ്. എന്നെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയാണ്. കർത്താവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പം എന്നെ ഒരു ഇന്ത്യൻ ഗവൺമെൻറ് എന്നെ ഒരു അംബാസഡറായിട്ട് ഒരു രാജ്യത്തേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എനിക്ക് പിന്നെ തോന്നിവാസം ജീവിക്കാൻ കഴിയില്ല. എപ്പോഴും എൻ്റെ ഐഡൻറ്റിറ്റി എനിക്കറിയാം. ഞാൻ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് യോജിക്കാത്ത ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയുടെ ആത്മാവിന് യോജിക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ട് ഞാൻ അംബാസഡറാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ? ഇല്ല. ആ ഐഡൻറ്റിറ്റി അവിടെ പറയുന്നത്, നേരത്തെ ഞാൻ 9-ാമത്തെ വാക്യത്തിൽ, അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. ചോസൻ, ഐ ആം എ ചോസൻ പേഴ്സൺ. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. കാരണം എന്തിനു വേണ്ടിയാണ്? എന്നെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം.
യേശുവിനെ ഘോഷിക്കുവാൻ, അഥവാ യേശുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. യേശുവിൻ്റെ പ്രതിനിധിയായാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആ ഒരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ, യേശുവിന് യോജിക്കാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യത്തില്ല. അംബാസഡർക്ക് യോജിക്കാത്ത ഒരു കാര്യവും ഒരു അംബാസഡർ പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ, അങ്ങനെ പറഞ്ഞാൽ പോലും പോരാ. കാര്യം അത് ഇന്ത്യയുടെ അംബാസഡറാണ്. പക്ഷേ ഇതല്ല, ഇത് അതിനേക്കാൾ കൂടുതലാണ്. കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, പിന്നെ രാജകീയ പുരോഹിത വർഗവും. രാജകീയ പുരോഹിത വർഗം ചിലരുടെ കാര്യമൊന്നുമല്ല, ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡ്. ലോകത്തിന് ഇതൊന്നും ചിലപ്പോൾ മനസ്സിലായില്ലെന്നിരിക്കും. പക്ഷെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത്ര കുറഞ്ഞ പാർട്ടിയൊന്നുമല്ല. ഞാൻ കുറഞ്ഞ പാർട്ടിയല്ലെന്ന് പറയുന്നത് ലൗകികമായിട്ടല്ല, ലോകപ്രകാരമുള്ള കാര്യമല്ല. ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ രാജാവ് പുരോഹിതൻ, ഈ രണ്ടു പേരും, രാജാവും പുരോഹിതനും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. ദൈവത്തിന് മനുഷ്യനോട് എന്തോ ചെയ്യാനുണ്ടോ ആ കാര്യങ്ങൾ ദൈവത്തിന് പകരം നിന്ന് മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ് രാജാവ്. അതുകൊണ്ടാണ് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് രാജാവിനെ കുറിച്ച് പറയുമ്പോൾ, ദൈവത്തിൻ്റെ പുത്രനാണ് രാജാവ്, ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവ്. അപ്പം ഞാൻ രാജകീയ പുരോഹിത വർഗമാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. രാജാവ് എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ മനുഷ്യനോട് ഇടപെടുന്നു. പുരോഹിതൻ്റെ ജോലി എന്നാ? മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തോട് പറയുന്നതാണ്, സംസാരിക്കുന്നവനാണ് പുരോഹിതൻ. രാജാവ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മനുഷ്യനോട് സംസാരിക്കുന്നു. പുരോഹിതൻ മനുഷ്യൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. രണ്ട് രീതിയിലും അടിസ്ഥാനപരമായി ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, മനുഷ്യൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ ആ മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്കേ പറ്റുള്ളൂ, പുരോഹിതനെ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒന്ന്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, എ ചോസൻ ജനറേഷൻ. ചോസനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തും തന്നെയല്ല, ഒരു രാജാവിനെ പോലെ ദൈവം എന്നെ അവൻ്റെ പ്രതിനിധിയായി ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. 3, മനുഷ്യന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയയാചന കഴിക്കുവാൻ ദൈവം എന്നെ നിയമിച്ചിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. പിന്നെ പറയുന്നത് സ്വന്തം ജനം എന്നുള്ളതാണ്. സ്വന്തം ജനം, ഞാൻ അവൻ്റെ ജനമാണ്. ഐ ബിലോങ് ടു ഹിം. എൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് ദൈവമാണ്. എൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇങ്ങനെയുള്ള ഈ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ വ്യത്യസ്തരായിരിക്കും, നമ്മൾ വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യും. നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ അവരെ പോലെ അല്ല. ഈ വ്യത്യസ്തതയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഈ വ്യത്യസ്തതയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഐഡൻറ്റിറ്റി ഞാൻ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിക്കേ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതം വളരെ ഡിഫറൻ്റാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ, ഇപ്പം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു, അത് നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ പോരാ, നമ്മൾ പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകും അല്ലേ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു പറഞ്ഞ് അങ്ങ് വായിച്ചു പോകുന്ന ഒരു അനുഭവമല്ല. ഇതൊക്കെ ഞാനാണോ? ഞാൻ തന്നെ എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിയണം. എൻ്റെ ഐഡൻറ്റിറ്റി തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പിന്നെ ജീവിക്കുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ലൈഫ് അശുദ്ധിയിൽ ജീവിക്കുകയില്ല, ഞാൻ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ ജീവിതം വ്യത്യസ്തമായിരിക്കും.
അത് ആദ്യം ഞാൻ അറിയണം. ഞാൻ അറിഞ്ഞാൽ മറ്റുള്ളവരും അറിയും. ആദ്യം ഞാൻ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ് അലക്സാണ്ടർ രാജകുമാരൻ്റെ ഒരു ചരിത്രമാണ്. ഈ എക്സാമ്പിൾസൊക്കെ ഒത്തിരി മെസ്സേജസിലൊക്കെ ഇങ്ങനെ കയറി വരുന്നതാണ്. അലക്സാണ്ടർ രാജകുമാരൻ ചെറിയ പ്രായമായിരുന്നപ്പോൾ, ടീനേജിലേക്ക് കടന്നപ്പോൾ കൂട്ടുകെട്ട് ഭയങ്കരമായിട്ട് ബാധിച്ചു. സ്ട്രീറ്റ് പിള്ളേരുമായിട്ടാണ്, തെരുവ് പിള്ളേരുമായിട്ടായിരുന്നു അലക്സാണ്ടറിൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ. അവന്മാർ ചീത്ത വിളിക്കും, കള്ളു കുടിക്കും. അവരുടെ ലൈഫെല്ലാം ഭയങ്കര ഡിഫറൻ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട ജീവിതമാണ്. അലക്സാണ്ടർ രാജകുമാരൻ ഇവരുടെ കൂടെ കൂടി അവൻ്റെ ഭാഷ വ്യത്യാസമായി, അവൻ്റെ ജീവിതം വ്യത്യാസമായി. ഫിലിപ്പ് രാജാവിന് ഭയങ്കര സങ്കടമായിപ്പോയി. ഫിലിപ്പ് രാജാവ് ഇവനെ എങ്ങനെ മാറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു ദിവസം അലക്സാണ്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതം ഒത്തിരി വ്യത്യാസമായി പോകുകയാണല്ലോ. നിൻ്റെ കൂട്ടുകെട്ടൊക്കെ വളരെ മോശപ്പെട്ട ഒരു കൂട്ടുകെട്ടാണ്. ഒരു കാര്യം നീ ചെയ്താൽ മതി. ഇനി നീ അവരുടെ കൂടെ നടക്കുമ്പോൾ നീ ആരാണ്, നീ ആരാകാനുള്ളവനാണ് എന്നുള്ളത് നീ ഓർത്തോണം. ഇത് അലക്സാണ്ടർ രാജകുമാരനെ വളരെ സ്വാധീനിച്ചു. നീ ആരാണ്, നീ ആരാകാനുള്ളവനാണ് എന്നുള്ളത് നീ ഓർത്തോണം. അപ്പോൾ പിന്നീട് കൂട്ടുകാർ കൂടി മദ്യപിക്കാനും ചീത്ത വിളിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് അലക്സാണ്ടർ രാജകുമാരൻ തന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ഹു ഐ എം ദ പ്രിൻസ്. ഞാനൊരു രാജകുമാരനാണ്. ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ് ഞാൻ. എൻ്റെ ഐഡൻറ്റിറ്റി ഫിലിപ്പ് രാജാവിൻ്റെ മകൻ എന്നുള്ളതാണ്. എനിക്കൊരിക്കലും ഈ രീതിയിലുള്ളൊരു കൂട്ടുകെട്ട് പറ്റുകയില്ല, എനിക്ക് യോജിക്കുന്നതല്ല. എന്ന് തന്നെയല്ല, എൻ്റെ അപ്പൻ എന്നെ വളർത്തിയിരിക്കുന്നത് ലോക ജേതാവാകുവാനാണ്. ചെറിയ പ്രായം മുതൽ ഫിലിപ്പ് രാജാവ് പറയുമായിരുന്നു, മോനെ, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ ലോക രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കണമെന്നുള്ളതാണ്. അലക്സാണ്ടർ രാജ്യങ്ങളെല്ലാം കീഴടക്കി. ആ കാലയളവിലെ അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ കീഴടക്കുകയും ചെയ്തു. നിന്നെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷ നീ ഒരു ലോക ജേതാവാകണമെന്നുള്ളതാണ്. അപ്പം നീ ആരാണ്? നീ രാജകുമാരനാണ്, ഫിലിപ്പ് രാജാവിൻ്റെ മകനാണ്. എന്ന് തന്നെയല്ല, എൻ്റെ സ്വപ്നം എന്താണ്? നിന്നെക്കുറിച്ചുള്ള സ്വപ്നം നീ ഒരു വേൾഡ് ലീഡറാകണം, ലോക ജേതാവാകണമെന്നുള്ളതാണ്. ഇത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് മറ്റുള്ള അവൻ്റെ പഴയ കൂട്ടുകാരുമായിട്ടുള്ള ആ ഇടപഴകൽ, അവരെല്ലാം കൂടെ ഓടിച്ചു വിടുന്ന വെറുത്തൊന്നുമല്ല, ആ ഇടപഴകൽ മാറ്റിയിട്ട് അവൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. അവൻ്റെ ലൈഫ് മാറി. നിങ്ങൾക്കറിയാം, അലക്സാണ്ടർ രാജകുമാരൻ ഒടുവിൽ രാജാവായി. വളരെ കോൺഫിഡൻസ് ഉള്ള ഒരു രാജാവായിട്ട് ലോകരാജ്യങ്ങളെല്ലാം കീഴടക്കുന്ന അവസ്ഥയിലേക്ക് വരുവാൻ ഇടയായതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ സൂക്ഷിച്ചു എന്നുള്ളതാണ്. അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ സൂക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂട്ടുകാർ പറയാൻ തുടങ്ങി, എടാ അവൻ രാജകുമാരനാണ്, നമ്മൾ അവൻ്റെ കൂടെ നടക്കാനൊന്നും നമുക്ക് യോഗ്യതയൊന്നും ഇല്ല. അലക്സാണ്ടർ രാജകുമാരൻ്റെ ഐഡൻറ്റിറ്റി മറ്റുള്ളവരും മനസ്സിലാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഐഡൻറ്റിറ്റി മറ്റുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരും നമ്മളിലേക്ക് ആകൃഷ്ടരായി തീരും, അഥവാ നമ്മൾ പറയുന്നതിലേക്ക് ആകൃഷ്ടരായി തീരും. ഞാൻ ഡോക്ടർ നമ്പൂതിരിപ്പാട്, നേരത്തെ ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ഡോക്ടർ നമ്പൂതിരിപ്പാട്, അദ്ദേഹം വിശ്വാസിയായ സംഭവത്തെക്കുറിച്ച് ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നടന്ന കാര്യമാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കോളേജ്, അവിടെ ഒരു പാർട്ടി നടക്കുമ്പോൾ എല്ലാവരും മദ്യപിച്ചു. എല്ലാവരും ഇങ്ങനെ മദ്യപിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടികളെല്ലാം മദ്യപിക്കുകയാണ് അവിടെ. പിന്നെ അത് കോമൺ ആണ്, ഇംഗ്ലണ്ട് വെച്ച് നടക്കുന്ന കാര്യമാണ്. ഈ പെൺകുട്ടി മാത്രം മദ്യപിക്കുന്നില്ല. ഡോക്ടർ നമ്പൂതിരിപ്പാടും മദ്യപിച്ചില്ല. അപ്പോൾ ഡോക്ടർ നമ്പൂതിരിപ്പാട് ഈ പെൺകുട്ടിയോട് ചോദിച്ചു, നീ എന്താ മദ്യപിക്കാത്തത്? പിന്നെ അവൾ പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ. നമ്പൂതിരിപ്പാട് ചോദിച്ചു, പിന്നെ ഈ പറയുന്ന പാട്ടുകളൊക്കെ പിന്നെ ആരാ? ഇവരെല്ലാവരും ആരാ?
ക്രിസ്ത്യാനികളല്ലേ, ഇവരെല്ലാം ക്രിസ്ത്യാനികളല്ലേ. പക്ഷെ അവൾ പറഞ്ഞു, നോ, ഐ ആം ഡിഫറൻറ്റ്. ഞാൻ ഡിഫറൻ്റാണ്. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന പേര് കൊണ്ട് മാത്രമല്ല, ഞാൻ യേശുവിനെ അനുഭവിച്ചറിയുന്ന ആളാണ്. യേശു എൻ്റെ കൂടെയുണ്ട്. ആ യേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കിങ്ങനെയുള്ള പേക്കൂത്തുകളിൽ ഇടപെടുവാൻ കഴിയുകയില്ല. കാരണം എന്നെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്നത് എൻ്റെ യേശുവാണ്. ഡോക്ടർ നമ്പൂതിരിപ്പാട് ക്രിസ്ത്യാനിത്വത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഈ വാക്കുകൾ കേട്ടാണ്. ആ പെൺകുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ഡോക്ടർ നമ്പൂതിരിപ്പാട് ഒരു ക്രിസ്ത്യാനിയായി തീർന്നത് തന്നെയല്ല, ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹം ലുധിയാന മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ആളാണ്. ഇന്ത്യയിൽ മടങ്ങി വന്ന് ആ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഇടയാക്കിയത് ഒരു പെൺകുട്ടി അവളുടെ സാക്ഷ്യം നിലനിർത്തിയതാണ്. ഹല്ലേലൂയ, ആമേൻ. കാര്യം അവൾക്ക് അവളുടെ ഐഡൻറ്റിറ്റി അറിയാമായിരുന്നു. അവൾ മദ്യപിച്ചാൽ ആരും അവളോടൊന്നും ചോദിക്കത്തില്ല. അവൾ ആരെയും പേടിച്ചിട്ടല്ല, പ്രത്യുത ഞാൻ ആരാണ് എന്നുള്ളതായ ബോധ്യം, ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല എന്നുള്ള ബോധ്യം. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ് എന്നുള്ളത് നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല, ഞാൻ വ്യത്യസ്തനാണ്. ഓരോ ദിവസവും അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ പോലും കുഴപ്പമില്ല. ഐ എം നോട്ട് ലൈക്ക് അതർ പീപ്പിൾ എന്ന് വെച്ചുകൊണ്ട് അവരെ കണ്ടം ചെയ്യുന്ന, അവരെ തള്ളിക്കളയുന്നതല്ല. പ്രാർത്ഥിക്കുക, കർത്താവേ, അവരുടെ പേക്കൂത്തുകളിൽ ഇടപെട്ട് പോകുവാൻ ഇടവരുത്തരുതേ. നീ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ ലോകം എന്നെ പകയ്ക്കുമായിരിക്കും, എങ്കിലും നീ എന്നെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ ഡിഫറൻ്റാണ് എന്നുള്ളത് എന്നെ പഠിപ്പിക്കണമേ. ഞാൻ ഡിഫറൻ്റാണ്. ഞാൻ 15 വയസ്സുള്ളപ്പം 12th അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ. പ്രീ ഡിഗ്രിക്ക് ഹോസ്റ്റലിൽ ചെന്നു. അന്ന് ഈ റാഗിങ് ഒക്കെ ഉണ്ട്. 1977 റാഗിങ് ഉള്ള സമയമാണ്. അപ്പം ഇവന്മാരെല്ലാം കൂടെ എന്നെ റാഗ് ചെയ്യാനൊക്കെ ചേട്ടന്മാരെല്ലാം കൂടെ വന്നു. ചേട്ടന്മാരൊക്കെ റാഗ് ചെയ്തു. ഓരോന്നോരോന്ന് പറയാൻ തുടങ്ങി. ഇരിയടാ അവിടെ. ഞാൻ ചോദിച്ചു, എവിടെ ഇരിക്കണ്ടേ? കസേരയിലിരിക്കും. ഞാൻ പറഞ്ഞു, കസേരയില്ലല്ലോ ഇവിടെ. കസേര ഉണ്ടെന്നും വെച്ചിരുന്നോളാം. അപ്പോൾ കസേരയിൽ ഇരിക്കുന്നത് പോലെ അവിടെ ഇരിക്കണം. അങ്ങനെയൊക്കെയുള്ള എല്ലാം ഇങ്ങനെ കാണിച്ചു. പല ഞാൻ അവർ പറഞ്ഞതൊക്കെ ചേട്ടന്മാർ പറഞ്ഞൊക്കെ കേട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് സിഗരറ്റ് കത്തിച്ച് വന്നിട്ട് പറഞ്ഞു, വലിക്കടാന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, ഐ എം സോറി, ഐ കനോട്ട് ഡു ദാറ്റ്. ഉടനെ അവർ ചോദിച്ച ചോദ്യം, ചേട്ടാ 15 വയസ്സുള്ള ഇവർക്കിനെ സിഗരറ്റ് കത്തിച്ച് കൊടുത്തപ്പോൾ അവന് വലിക്കത്തില്ലയോ? കാര്യം അത് നോർമലി എല്ലാവരും ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ഒരു പ്രിവിലേജായിട്ടായിരിക്കുമല്ലോ ആൾക്കാർ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, നോ, ഐ കനോട്ട് ഡു ദാറ്റ്. വൈ? അപ്പം ഞാൻ അന്നത്തെ ഇത് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പെന്തിക്കോസാണ്. പക്ഷേ ആ പറഞ്ഞ വാക്ക് ഇവർക്ക് ആർക്കും മനസ്സിലായില്ല. ഇത് ഓൾമോസ്റ്റ് 48 ഇയേഴ്സിന് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് ഈ കാരിസ്മാറ്റിക് ഒക്കെ തുടങ്ങി വന്നതേ ഉള്ളൂ. പെന്തിക്കോസ് എന്നുള്ള വാക്ക് അത്ര കോമൺ അല്ല. എൻ്റെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും അറിയത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ എന്നാടാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ്, ഐ വിൽ ടെൽ യു ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ദർ ആർ തിങ്സ് ദാറ്റ് ഐ ക്യാൻ ഡു ആൻഡ് ദർ ആർ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മദ്യപിക്കാൻ പറ്റില്ല, എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, എനിക്ക് ഈ പേക്കൂത്തുകളോ സിനിമയോ മറ്റുള്ള കാര്യങ്ങളോ അതെനിക്ക് പറ്റില്ല. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ഐ കനോട്ട് ഡു. ഇവർ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എന്നെ ഇടിക്കാൻ തുടങ്ങി. ഞോണ്ടാനും ഇടിക്കാനും ഒക്കെ. വലിയ ഇതൊന്നുമല്ല, റാഗിങ്ങിൻ്റെ ഒരു ഭാഗം, അല്ലാതെ വലിയ ശരീരം വേദനപ്പെടുത്തിയൊന്നുമല്ല. അതൊക്കെ സംഭവിച്ചു. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഐ താങ്ക് ഗോഡ്, അന്ന് എൻ്റെ വ്യത്യസ്തത അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ. ഞാനത് അഹങ്കാരമൊന്നും പറയുന്നതല്ല, ദൈവകൃപയാകട്ടോ. 15 വയസ്സുള്ള ചെറുക്കനാ, ദൈവകൃപ. പക്ഷേ നമ്മളുടെ ഡിഫറൻസ്, നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വ്യത്യസ്തനാണ്, നമ്മൾ വ്യത്യസ്തനാണ്. അതെപ്പോഴാണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ആരാണ്. ഞാൻ പറഞ്ഞു, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാൻ ഒരു ദൈവ പൈതലാണ്. ദാറ്റ് ഈസ് മൈ ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റി അതാ, വേറെ ഒന്നുമല്ല എൻ്റെ ഐഡൻറ്റിറ്റി. എൻ്റെ
എൻ്റെ അടിസ്ഥാനപരമായ ഐഡൻറ്റിറ്റി ഞാനൊരു ദൈവ പൈതലാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഞാൻ വ്യത്യസ്തനായിരിക്കണം എന്ന് ഞാൻ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു. ഞാൻ ഡിഫറൻ്റ് ആയിരിക്കണം. ഇന്നെൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ, അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ നാച്ചുറലി നമ്മൾ വ്യത്യസ്തരായിരിക്കും. അതിന് സംശയമില്ല. അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി? എന്താണ്? വാട്ട് ഈസ് മൈ ഐഡൻറ്റിറ്റി? എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ കുടുംബ ബന്ധങ്ങളോ മറ്റുള്ളോ ഒന്നും അല്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ ലൗകികമായ ഐഡൻറ്റിറ്റിയാണ്. എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞ് എൻ്റെ നാട്ടിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ എൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞാൽ പരിചയപ്പെടുത്തുന്നത്, ഇന്ന വീട്ടിലെ ഇന്നാരുടെ മകനാണെന്നൊക്കെ പറയും. അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ ആ ഐഡൻറ്റിറ്റി അല്ല എന്നെ വ്യത്യസ്തനാക്കുന്നത്. അത് പറഞ്ഞേച്ചു എനിക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം കുറച്ചൊക്കെ. എന്നാലും എൻ്റെ അപ്പന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഞാൻ ദൈവ മക്കളാണ്, ഞാൻ ദൈവ മകനാണ്. അടിസ്ഥാനപരമായി എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാനൊരു ദൈവ പൈതലാണ് എന്നുള്ളതാണ്. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പൗലോസ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ നമ്മൾ കാണുന്നത്, അവിടെ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മൾ മക്കൾ. പഴയ നിയമത്തിലും ദൈവ മക്കളാണ് അവരും. പക്ഷേ അവർ പലപ്പോഴും ദൈവത്തെ വിളിച്ചത് അഡോണായി എന്നാണ്, യജമാനനെ. തീർച്ചയായും ദൈവം നമ്മുടെ യജമാനനാണ്. പഴയ നിയമത്തിൽ വിളിച്ചതിന് ഒരു കുറ്റവും ഇല്ല. പക്ഷേ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, അതെ അവൻ യജമാനനാണ്, പക്ഷേ അവിടുന്ന് നിങ്ങളുടെ പിതാവുമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അഡോണായി ശരിയാണ്. അവിടുന്ന് ലോഡ് എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. അഡോണായി അതൊരു ഫാക്റ്റാണ്. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു, ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ വിളിക്കുന്നത് ആബാ, ലോഡ്, യജമാനനെ, പിതാവേ, ഇത് രണ്ടും ഞാൻ വിളിക്കുന്നുണ്ട്. പക്ഷേ ആ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വേണം. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, ഒന്നാമത്തെ ഐഡൻറ്റിറ്റി. ഓഫ് കോഴ്സ് ദൈവം എൻ്റെ യജമാനനാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിനപ്പുറത്തുള്ളൊരു ഐഡൻറ്റിറ്റിയാണ് അബാ എന്ന് വിളിക്കുന്നത്. അബാ എന്ന് വിളിക്കുന്നത് ഫാദർ എന്ന് വിളിക്കുന്നതിനേക്കാൾ, ഫാദർ എന്നൊക്കെ വിളിക്കുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നമ്മളുടെ മക്കൾ നമ്മളെ വിളിക്കുന്നത് ഫാദർ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നത്, പപ്പ, ഡാഡി എന്നൊക്കെ. എന്താണ്, സ്വന്തം മക്കൾ മാത്രം വിളിക്കുന്ന പേരുകളാണ് ഇതൊക്കെ, അല്ലേ? എന്നതുപോലെ യഹൂദന്മാരുടെ കുട്ടികൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് അബ. അബ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം, എൻ്റെ അപ്പച്ചൻ എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ എൻ്റെ പപ്പ എന്ന് പറയുന്നതിന് തുല്യമായ വാക്കാണ് അബ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, നാം മക്കളെങ്കിലും അവകാശികളാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. 15-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അഡോണായി എന്ന് വിളിക്കുമ്പോൾ, യജമാനനെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ദാസനാണ്. അപ്പോൾ എനിക്കൊരു പേടി വാക്യമുണ്ട് നാച്ചുറലി. അത് വേണം. പേടിയില്ലാത്തവരും ഉണ്ട്, അങ്ങനെ ഉണ്ടാകരുത്. ദൈവത്തെ പേടി വേണം. പക്ഷേ പേടിക്കും അപ്പുറത്ത് സ്നേഹം വേണം, ഭയത്തിനും അപ്പുറത്ത് സ്നേഹം വേണം. ദൈവ ഭയം ആവശ്യമാണ്,
എന്നാൽ അതേസമയം സ്നേഹം. ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി ആ രീതിയിലാണ്. നമ്മളിപ്പോൾ ദൈവ മക്കളാണ്, യേശുവിൻ്റെ പിതാവാണ് എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ പിതാവിനെ പ്രതിനിധീകരിച്ചാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നത്. ആ പിതാവിനെ പ്രകാശിപ്പിക്കുവാനാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളിലും ഇടപെടുന്നത്. എന്നിലൂടെ ജനങ്ങൾ എൻ്റെ പിതാവിനെ കാണുകയാണ്. എൻ്റെ അപ്പന് പേരുദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ അലേർട്ടാണ്, എൻ്റെ അപ്പന് പേരുദോഷം ഉണ്ടാക്കരുത്. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാൻ ഒരു ദൈവ പൈതലാണ്. ഇനി ആരോടെങ്കിലും അതങ്ങ് പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള എന്തെങ്കിലും കാണിക്കാൻ പറ്റുകയല്ലോ. ഇപ്പം ഞാൻ ഒരു ദൈവ പൈതലാണ്, ഞാൻ മദ്യപിക്കത്തില്ല, ഞാൻ സിഗരറ്റ് വലിക്കത്തില്ലെന്നൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കുടിക്കണമെന്ന് തോന്നിയാലും കുടിക്കാൻ പറ്റത്തില്ല. കാര്യം എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ പറഞ്ഞ കുടിക്കണമെന്ന് തോന്നിയെന്നല്ല പറഞ്ഞത്, എൻ്റെ ഐഡൻറ്റിറ്റി, ആ ഐഡൻറ്റിറ്റി പ്രകാശിപ്പിക്കുന്നത് എപ്പോഴും വളരെ നല്ലൊരു കാര്യമാണ്. പറഞ്ഞുകൊണ്ടങ്ങ് നടക്കുക എന്നുള്ളത് മാത്രമല്ല. ഐഡൻറ്റിറ്റി പ്രകാശിപ്പിക്കാൻ ഞാൻ പറഞ്ഞ പറയുക മാത്രമല്ല, ഞാൻ ദൈവവേദനാണെന്ന് പറയുക മാത്രമല്ല, ഞാൻ ദൈവവേദനാണെന്നുള്ളത് ഞാൻ തെളിയിക്കണം. എൻ്റെ പ്രവൃത്തിയിലൂടെ ഞാൻ തെളിയിക്കണം. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. നാം ഇപ്പോൾ അവൻ്റെ പുത്രന്മാരാണ്. കാൺമീൻ, 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. തോന്നുന്നല്ല, ആകുന്നു. ഒരു തോന്നലല്ല, ആകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. ഏത് പാതിരാത്രിക്ക് എഴുന്നേൽപ്പിച്ചാലും എൻ്റെ ഐഡൻറ്റിറ്റിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ ആരാന്ന്, യേശു നിൻ്റെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പതറത്തൊന്നുമില്ല. എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണെങ്കിൽ ഏത് ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും ഞാനത് വിളിച്ചു പറയും. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. യേശു എൻ്റെ പിതാവാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ എല്ലാമാണ്. ഈസ് മൈ എവ്രിതിങ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വലിയ ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്താലേ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ തന്നെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ആരാകാനുള്ളവരാണ് എന്നുള്ളതും കൂടെ അവിടെ പറയുന്നുണ്ട്. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, റോമാലേഖനം 8-ാം അധ്യായം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. അപ്പം ഞാൻ ദൈവ പൈതലാണ്, യേശുവിൻ്റെ മകനാണ്. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകുവാനാണ്, യേശുവിനെ പോലെ ആകുവാനാണ്. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. തേജസ്കരണം വരെ ചെന്നെത്തുന്ന ഒരു ഇതാണ്. ഒന്ന്, അവൻ വിളിച്ചു, അവൻ നീതീകരിച്ചു. അവൻ നമ്മളെ വിളിച്ചു, അവൻ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അവൻ നമ്മളെ വിളിച്ചു, നമ്മളെ ജസ്റ്റിഫൈ ചെയ്തു. അതാണ് നമ്മളവിടെ കാണുന്നത്. വി ആർ കോൾഡ്, വി ആർ ജസ്റ്റിഫൈഡ്. നീതീകരിച്ചു. നീതീകരിക്കുക മാത്രമല്ല, തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ശുദ്ധീകരണത്തിൻ്റെ വഴി, സാങ്ക്ടിഫിക്കേഷൻ. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം.
ഞാൻ തേജസ്സിലേക്ക് ഉള്ളവനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ തേജസ്സിലേക്ക് ഉള്ളവനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവൻ അതാണ്, എനിക്ക് തേജസ്സിലേക്ക് പോകണം. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകണം, അവനെപ്പോലെ ആകണം. അതെൻ്റെ മനസ്സിൽ എൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി. അലക്സാണ്ടർ കുമാരനോട് പറഞ്ഞ എന്താണ്? നീ ആരാണെന്നറിയണം, നീ ആരാകാനുള്ളവനാണെന്നുള്ളത് നീ അറിയണം. എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് ഞാൻ ആരാകാനുള്ളവനാണെന്നുള്ള തിരിച്ചറിവും കൂടെ വെച്ചാണ്. അതാണ് ശരിക്കും നമ്മൾ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നമ്മളവിടെ കാണുന്നത്, കാൺമീൻ നാം ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അതായത് കർത്താവ് വരുമ്പോൾ അവനോട് സദൃശന്മാരായിക്കൊണ്ട് വേണം നമ്മൾ അവനെ എതിരേൽക്കുവാൻ. നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ അവനോട് സദൃശന്മാരായിട്ടില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഒരു ദിവസം കൊണ്ടല്ല ഇത്. പക്ഷേ വേറെ കാര്യമുണ്ട്, അതൊരു പ്രോസസ്സാണ്, മുന്നോട്ടുള്ള ഒരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന. അതാണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ജസ്റ്റിഫിക്കേഷൻ ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. നീതീകരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കുന്നതാണ്. കർത്താവ് നമ്മളെ നീതീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മളെ വിമോചിപ്പിച്ചുകൊണ്ട് കർത്താവ് നമ്മളെ നീതീകരിച്ച് നമ്മളെ നീതിമാന്മാരാക്കുന്നു. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ പിന്നീട് ജീവിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നമ്മൾ നടക്കണം. ആ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ നടന്ന് നമ്മൾ യേശുവിനെ പോലെ ആകുക, അവനോട് സദൃശന്മാരായി തീരുക. ആ പ്രോസസ്സ് അതിനകത്ത് നമ്മളും ചിലത് ചെയ്യാനുണ്ട്. ചില ആളുകൾ അതിൽ നിന്ന് ഡിഫറൻ്റായിട്ട് പഠിപ്പിക്കുന്നുള്ളൂ. നമുക്കൊന്നും ചെയ്യാനില്ല ബ്രദറെ, നമ്മളെന്തോ ചെയ്യാനാ, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തുമില്ല, നീ അങ്ങ് രക്ഷിക്കപ്പെട്ടാൽ മതി, നീ വിശുദ്ധനൊക്കെ ദൈവം ആക്കിക്കോളും, അല്ലാതെ വേറെ നിനക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഇവിടെ അടുത്ത വാക്യം എന്താ പറയുന്നത്? അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം. ഏത് പ്രത്യാശ? യേശുവിനെ ഞാൻ കാണുമ്പോൾ അവനോട് സദൃശന്മാരായിക്കൊണ്ട് അവനെപ്പോലെ ആയിക്കൊണ്ട് ഞാൻ അവനെ കാണും. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നു. തങ്ങളെ തന്നെ. ദൈവം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ദൈവം സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മളെ നിർമ്മലീകരിക്കുന്നതായ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആത്മീയ ജീവിതം തീർച്ചയായും ദൈവത്തിൻ്റെ ദാനമാണ്, പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുന്നത്? മറ്റൊന്നുമല്ല, നമ്മളെ തന്നെ വിശുദ്ധിയുടെ പാതയിൽ നമ്മൾ നടക്കുക. കർത്താവ് സഹായിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ തോന്നുന്നവനെല്ലാം എന്നെ ദൈവം അങ്ങ് കൊണ്ടുപോയിക്കോട്ടെ, ദൈവം വിശുദ്ധീകരിക്കുകയാണെങ്കിൽ വിശുദ്ധീകരിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്. അങ്ങനെയുള്ളവർ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ മനസ്സിലാക്കി. ഞാൻ ആരാണ്? ഞാൻ ദൈവപൈതലാണ്. ഇപ്പോൾ തന്നെ എനിക്കറിയാം ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനിത് ഡിക്ലെയർ ചെയ്യുന്നു. പക്ഷെ അതോടൊപ്പം എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ദൈവപൈതലാണെങ്കിലും ഇനി അവനെപ്പോലെ ആകണം. എനിക്ക് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകണം. ആ തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് അവൻ്റെ അനുരൂപതയിൽ വളരുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കി കൊടുക്കുന്നു. കർത്താവിൻ്റെ കൃപയാ, അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ ഒരുക്കി കൊടുക്കുന്നു, കർത്താവ് കൃപ ചൊരിയുന്നു. എനിക്ക് ചെയ്യാനുണ്ട്. ഞാൻ എന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു അവസ്ഥ, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ
നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കർത്താവാണ് നമ്മളെ ഒരുക്കുന്നത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് കർത്താവിൻ്റെ കൃപയുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് സഹായിക്കും, കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകും, കർത്താവ് തള്ളിക്കളയത്തില്ല. എനിക്ക് ചിലപ്പോൾ അതിനുള്ള ശക്തി ഇല്ലായിരിക്കും, കർത്താവ് എനിക്ക് ശക്തി പകരും. അതിനാ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത്, എന്നെ ശക്തീകരിക്കുവാൻ വേണ്ടിയാണ്, ശക്തീകരിക്കുവാൻ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ, ഞാൻ എന്നെ തന്നെ ഒരുക്കുന്നില്ലെങ്കിൽ ഇത് നടക്കില്ല. അവൻ്റെ കാന്തയും എന്ത് ചെയ്തിരിക്കുന്നു? തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാക്യം നമ്മൾ മറക്കരുത്. നമ്മൾ വ്യത്യസ്തരാണ്. വ്യത്യസ്തനാണെങ്കിൽ വിശുദ്ധനുമാകണം. വിശുദ്ധരാകുവിൻ എന്നുള്ളത് ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് പിന്നെയും പഠിക്കണം. ഇപ്പം അതിനോടുള്ള ഇടയ്ക്ക് കയറി വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. We need to be holy and we need to see that we are sanctifying. God will sanctify us. At the same time we need to give ourselves, നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം വിശുദ്ധീകരിക്കാൻ വേണ്ടി. നമ്മൾ വേർതിരിക്കപ്പെട്ടവരാണ്. അതേപോലെ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അവരെ പോലെ അല്ല, നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ അവരെ പോലെ അല്ല. അവരെയും നിങ്ങളെയും, അഥവാ നമ്മളെയും, അവരെയും നമ്മളെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അവരെയും നമ്മളെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം. അവർ വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. അവർ നിങ്ങളോ. നമ്മൾ ഇന്ന് പഠിച്ച കാര്യമുണ്ട്. മുമ്പേ, നേരത്തെ നമ്മൾ പഠിച്ചു, മുമ്പേ ഇപ്പോൾ. നമ്മൾ മുമ്പുണ്ടായിരുന്നത് പോലെ ആകാൻ പാടില്ല. നമ്മൾ കർത്താവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതം വ്യത്യസ്തമാണ്. ഇന്നലെ വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിന്നതായ ഒരു കാര്യങ്ങളും നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ വരെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മെയും അവൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇനി ക്രിസ്തുവിനോടുകൂടെയാണ് നമ്മുടെ ജീവിതം. ഇന്നലത്തെ പോലെ അല്ല എൻ്റെ ജീവിതം, വ്യത്യസ്തമാണ്. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. വ്യത്യസ്തമാണ്. നമ്മൾ വ്യത്യസ്തരാകണം, ഇന്നലത്തെ പോലെ ആകരുത്. അതേപോലെ തിരുവചനത്തിൽ പറയുന്ന, വചനത്തിലുടനീളം പറയുന്നുണ്ട്, അവരെ പോലെ ആകരുത്. ഇന്നലത്തെ പോലെ ആകരുത് എന്നുള്ളത് നമ്മൾ കണ്ടു. അവരെ പോലെ ആകരുത്. നിങ്ങൾ അവരെ പോലെയല്ല, അവരെയും നിങ്ങളെയും വേർതിരിക്കുന്നതാണ് സുവിശേഷം. അത് വേദപുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട്. യൂദായുടെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ചില വാക്യങ്ങൾ മാത്രം നമ്മളൊന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമുണ്ട്. നമ്മൾ അല്ലെങ്കിൽ അവർ നിങ്ങൾ എന്ന് പറയുന്ന ആ ഡിഫറൻസ് നമ്മൾ കാണുന്നത് 4-ാമത്തെ വാക്യം മുതൽ. യൂദായുടെ ലേഖനം ഒരധ്യായമേ ഉള്ളല്ലോ, അതിൻ്റെ 4-ാമത്തെ വാക്യം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. നിങ്ങൾ അവരെ പോലാകരുത്. അവരെങ്ങനെയുള്ളവരാണ്? അവർ എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അപ്പോൾ ഇത് സഭയിൽ നുഴഞ്ഞു കയറി എന്നാണ് പറയുന്നത്. അവർ സഭയിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലെ ആകരുത്. സഭയിലുള്ള എല്ലാവരെ പോലും ആകാൻ പറ്റില്ല. സഭയിലെ എല്ലാ ടീച്ചിങ്സും വന്ന് അവിടുന്നും ഇവിടുന്നും ഓരോരുത്തർ വന്ന് ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പുറകെ പോകരുത്. ഇവിടെ ഒരുത്തം പറയുന്നത് കേട്ടു, ഇപ്പം അപ്പോസ്തല പ്രവൃത്തികളിൽ 28 അധ്യായമല്ലോ ഉള്ളൂ. അതൊന്നുമല്ല. ഇന്ന് കർത്താവ് വേറെ വെളിപ്പാടുകളാണ് തരുന്നത്. അന്നത്തെ വെളിപ്പാടും കൊണ്ടിരിക്കരുത്, പുതിയ വെളിപ്പാട്.
അന്നില്ലാത്ത വെളിപ്പാട്, വേദപുസ്തകത്തിലില്ലാത്ത വെളിപ്പാട്. വേദപുസ്തകം വേണ്ടാന്ന് പറയുന്നവർ വരെ നമ്മുടെ ഇടയിലുണ്ട്. വേണമെങ്കിൽ അവർ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്, കൃപയല്ലേ ബ്രദറെ, കൃപ. ഇപ്പം എല്ലാം കൃപയാണ്, കൃപ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായ കാര്യം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്. പൗലോസ് യൂദായുടെ ലേഖനത്തിൽ യൂദ പറയുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. പാപമെന്ന് പറഞ്ഞൊന്നില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പലപ്പോഴും ഇന്ന് ജീവിക്കുന്നത്. ഒരു വലിയ പ്രീച്ചർ പറയുന്നത് കേട്ടു, ഞാൻ ആരെയും പാപി എന്ന് വിളിക്കില്ല, അതൊക്കെ മോശയാണ് വിളിച്ചത്, ഞാൻ വിളിക്കത്തില്ല, ആരെയും ഞാൻ പാപി എന്ന് വിളിക്കില്ല. അയാളുടെ സഭയിൽ ഇഷ്ടംപോലെ ആളും കയറും, ആരും പാപി എന്ന് വിളിക്കത്തില്ലല്ലോ. എന്തൊരു സന്തോഷമാണ്. പിന്നെ നീ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും ഒരു വിഷയമല്ല. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നിൻ്റെ ഇന്നലത്തെ പാപവും ഇന്നത്തെ പാപവും നാളെ ചെയ്യാനിരിക്കുന്ന പാപവും എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി നീ സ്വർഗത്തിലാ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി. കൃപ എന്ന് പറഞ്ഞ് എന്ത് പാപവും ചെയ്യുന്നത് കുറ്റമില്ല എന്ന് പറയുന്ന ഒരു സമൂഹം, അങ്ങനത്തെ പ്രസംഗകർ. ചിലർ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, നിലത്ത് ഒന്ന് തെറിച്ച് വീണാൽ മതി എന്നാണ് പറയുന്നത്. ഒരു അനുഭൂതി ഉണ്ടാകണമെന്ന്. എല്ലാത്തിനെയും തന്നെ തെറിച്ച് വീണില്ലെങ്കിൽ തള്ളി താഴെ ഇടും. താഴെ വീണ് കിടന്ന് പിടയ്ക്കുമ്പോൾ അനുഭൂതി ഉണ്ടായി, വചനമൊക്കെ അവിടെ കിടക്കും. ഈ അനുഭൂതി അവിടെ ഇല്ലായിരുന്നല്ലോ, ഇവിടെ ഇപ്പോൾ അനുഭൂതി. ഇനി നീ എന്തോ ചെയ്താലും കുഴപ്പമില്ല. ഇവരാരും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ലല്ലോ. വലിയ ഉണർവൊക്കെ നടക്കുന്നു, ആരും പറയുന്നില്ല നീ പാപം ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ പോകുന്ന ആരും പറയുന്നില്ല, അതൊന്നും പ്രസംഗിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. വലിയ കളിയൊന്നും കളിച്ച് നടക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ശിക്ഷാവിധി ഈ ദുഷ്കാമവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതൊക്കെ പണ്ടേ എഴുതിയിരിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചിലർ. എന്ത് ദുഷ്പ്രവൃത്തി ചെയ്താലും എത്ര ദുഷ്കാമവൃത്തി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഇല്ലേ? അങ്ങനെയുള്ള ഇമ്മോറൽ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യുന്നവരായ ആളുകൾ. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ലെന്നേ, കൃപയല്ലേ ബ്രദറെ, കൃപ. നീ പാപം ചെയ്യുമ്പോൾ കൃപയിൽ നിന്ന് വീഴുകയല്ല, കൃപയിലേക്ക് വീഴുകയാണെന്ന് പറഞ്ഞൊരു മഹാനുണ്ട്. അതുകൊണ്ട് എത്ര കൂടുതൽ പാപം ചെയ്തോ അത്രയും കൃപ വർദ്ധിച്ചു വരും. പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കൃപ വരികേണ്ടതിന് പാപം ചെയ്യുക എന്നോ. അതേപോലെ കൃപ വരികാൻ പാപം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നവരും ഉണ്ട്. ഗ്രേസ് അവരുടെ ശിക്ഷാവിധി പണ്ടേ എഴുതിയിരിക്കുന്നെന്നാണ് പറഞ്ഞത്. പണ്ടേ എഴുതിയിരിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്, അവരുടെ ഈ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ, നോക്കുക, അവരും നിങ്ങളും വ്യത്യസ്തരാണ്. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങളോ സകലതും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവ് ജനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ഇത് ഞാൻ പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരിക്കൽ മിസ്രൈമിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരിക്കൽ സഭയിൽ കൂടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വന്നിരുന്ന് മിഡിയാം തപ്പെടുത്ത് പാട്ട് പാടിയപ്പോൾ യുവമാരും പാടി കാണും, ഒക്കെ ശരിയാണ്. പക്ഷേ വിശ്വസിക്കാത്തവരെ അവിടെ എഴുതിയിരിക്കുന്ന എന്താണ്? വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പിന്നെ എന്ത് പാപം ചെയ്താലും കുഴപ്പമില്ലെന്നല്ല. നാം ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലായിരിക്കണം.
അങ്ങനെ പഠിപ്പിക്കുന്നവരോട് നിങ്ങൾ കൂട്ടുകൂടരുത്, അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കണമെന്നാണ് പറയുന്നത്. ഈ യൂദായുടെ ലേഖനം മൊത്തമായിട്ട് പറയുന്നത് ഈ ഡിഫറൻസാണ്. ആ ഡിഫറൻസ് അവർക്ക് അയ്യോ കഷ്ടം, 11-ാമത്തെ വാക്യത്തിൽ, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും അവർക്ക് നിങ്ങളോ, ഈ ഡിഫറൻസ് നമ്മളെപ്പോഴും മനസ്സിലാക്കുകയും അതനുസരിച്ച് നമ്മൾ വ്യത്യസ്തരാകുവാൻ നമുക്ക് അത്യാവശ്യമാണ്. 16-ാമത്തെ വാക്യത്തിൽ അവർ പെറുപെറുപ്പുകാരും തങ്ങളുടെ ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നവരുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായ് വമ്പ് പറയുന്നു, സാത്യത്തിനായി അവർ മുഖസ്തുതി പ്രയോഗിക്കുന്നു. നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻകൂട്ടി പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. നിങ്ങൾ അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ നിങ്ങൾ ഓർത്തോണം. അവരതൊക്കെ പറയും. അവരെ പോലെ ആകരുത്, നമ്മൾ വ്യത്യസ്തരാകണം. 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും എന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ആര്? നമ്മുടെ അപ്പോസ്തലന്മാർ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവേൻ. അവർ, നിങ്ങൾ, ഈ ഡിഫറൻസ് നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അവരെ പോലെ അല്ല നമ്മൾ, അവരെ പോലെ ആകാൻ പാടില്ല. നമ്മൾ വ്യത്യസ്തരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കണം. ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം, നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് മാത്രമേ ഇടപെടുകയുള്ളൂ. പിന്നെ ലോകം നമുക്ക് വേറെ ചില ഐഡൻറ്റിറ്റി തരാനായിട്ട് നോക്കും. അത് നിങ്ങൾ ഏറ്റെടുക്കരുത്. ഇപ്പം എബ്രായ ബാലന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് എബ്രായ ബാലന്മാരായ 4 പേര്: ദാനിയേൽ, ഹനനയ, മിശായേൽ, അസറയ. ഇവരെ യെരൂശലേമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ബാബിലോണിലാക്കി. ബാബിലോണിൽ വന്നപ്പോൾ ഇവരുടെ 4 പേരുടെയും പേരിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഈ 4 പേരുടെയും പേരിനോട് ചേർന്ന് കിടക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ പേരാണ്. ദാനിയേൽ, എൽ; ഹനനയാ, യാ; മിശായേൽ, എൽ; അസറയാ, യാ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ പേരിൽ തന്നെ ഉണ്ട്. അവരുടെ ഐഡൻറ്റിറ്റി അവരുടെ പേരിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഒരാൾ വിളിക്കുമ്പോൾ തന്നെ, ഡാനിയൽ, യെസ്, ഗോഡ് ഈസ് മൈ ജഡ്ജ്, ദൈവം എൻ്റെ ന്യായാധിപതിയാണ്, അവനറിയാം. മിശായേൽ, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്, ദൈവം എനിക്ക് ശക്തി പകരുന്നു, അവനറിയാം. ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം മനസ്സിലാക്കുന്നത്. ദാനിയേൽ, ഹനനയ, മിശായേൽ, അസറയ. എന്നാൽ ഷണ്ണാധിപൻ എന്ത് ചെയ്യുന്നറിയാം? അവനെ നോക്കാൻ ഏൽപ്പിച്ചവർ അവർ വന്ന് ഇവർക്കെല്ലാം മറ്റു പേരിട്ടു. ദാനിയേലിന് ബേൽസസർ, ഹനനയാവിന് ഷദ്രക്, മിശായേലിന് മേശക്, അസറയാവിന് അബേദ്നെഗോ എന്ന് പേരിട്ടു. ദാനിയേൽ 1:7 നമ്മൾ കാണുന്നത്. ദാനിയേൽ, God is my judge. Belshazzar, I am a slave of Baal. ബാലാണ് എൻ്റെ ദൈവം, ബാലിൻ്റെ അടിമയാണ് ഞാൻ. നോക്ക്, വ്യത്യാസം കണ്ടോ? ഹനനയാവിന് എന്ത് പേരിട്ടു? ഹനനയാവിന് ഷദ്രക്. ഷദ്രക് എന്ന് പറയുന്നത് മൂൺ ഗോഡാണ്, ചന്ദ്രദൈവത്തിൻ്റെ പേരിട്ടു. മിശായേൽ, ഗോഡ് ഈസ് മൈ സ്ട്രെങ്ത്. മേശക് എന്ന് പേരിട്ടു, ഐ ആം വീക്കെൻഡ്, എനിക്ക് ശക്തിയില്ലെന്ന്. മേശക് എന്ന പേരിട്ടു. അബേത് നെഗോ, അസറയാവിന്. നെഗോ അവരുടെ ദൈവമാണ്. അബേദ്, സ്ലേവ്. നോക്ക്, പേരുകൾ മാറ്റുന്നത് നോക്ക്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഡാനിയേൽ ഒരിക്കലും
തന്നെ തന്നെ ബേൽസസർ എന്ന് വിളിച്ചിട്ടില്ല. ഡാനിയേൽ ഒരിക്കലും തന്നെ തന്നെ ബേൽസസർ എന്ന് വിളിച്ചില്ല. കാര്യം ഡാനിയേൽ പറഞ്ഞു, എൻ്റെ ഐഡൻറ്റിറ്റി എൻ്റെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഞാൻ ആർക്കും ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. മൈ ഐഡൻറ്റിറ്റി ഈസ് ഡിഫറെൻറ്റ്. ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. ഞാനൊരു ദൈവ പൈതലാണ്. എൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. ഞാൻ ദൈവ പൈതലാണെന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അത് ഞാൻ വേറെ ആർക്കും, അല്ലെങ്കിൽ എന്നെ വേറൊന്നും വിളിച്ച് നിങ്ങൾക്ക് എന്നെ മാറ്റാൻ കഴിയില്ല. ഐ എം ഡാനിയേൽ, ഐ എം ഹനനയ, ഐ എം മിഷായേൽ, ഐ എം അസറയ. ദൈവവുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിറ്റി തന്നെ അവർ കൊണ്ടുപോവുകയാണ്. അവരുടെ പേര് മാറ്റാൻ നോക്കിയിട്ട്, അവരുടെ പേര് മാത്രമല്ല അവരുടെ ജീവിത ശൈലിയൊക്കെ മാറ്റാൻ നോക്കി. അവർക്ക് പേരിട്ടത് മാത്രമല്ല, രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഇവരുടെ ഫുഡുമെല്ലാം. വലിയ പദവിയിലൊക്കെയാണ്. നമ്മളാണെങ്കിൽ കർത്താവ് നമുക്ക് ചെയ്ത വലിയ കർത്താവ് എന്താ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്, രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നല്ലേ തീറ്റി എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ലോകത്തിൻ്റെ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് അതെല്ലാം ദൈവം തന്നതാണെന്ന് ചിന്തിക്കരുത്. ഡാനിയേൽ പറഞ്ഞില്ല, എന്താണെങ്കിലും ആ യെരുശലേമിൽ എന്തോ ആയിരുന്നു തിന്നാൻ കിട്ടുന്നത്, ഇവിടെ എന്തൊക്കെയാ വീഞ്ഞുണ്ട്, രാജാവിൻ്റെ ഭോജനം എന്നെല്ലാം പറഞ്ഞോ? ഇല്ല. അവൻ പറഞ്ഞതെന്താണ്? 8-ാമത്തെ വാക്യത്തിൽ, എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഡാനിയേലാണ്. ഞാൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൽ രാജാവ് അവൻ്റെ ദേവന്മാർക്ക് അർപ്പിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കത്തില്ല. അവൻ്റെ വീഞ്ഞ് ഞാൻ കുടിക്കത്തില്ല. തീരുമാനമെടുത്തു, ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്നെഴുതി. റിസോൾഡ്, ഡാനിയേൽ റിസോൾഡ് ഹിംസെൽഫ് ദാറ്റ് ഐ വിൽ നോട്ട് ഡിഫൈൽ മൈസെൽഫ് വിത്ത് ദ ഫുഡ് ദാറ്റ് ഇസ് സെർവ്ഡ് ഓൺ ദ ടേബിൾ ഓഫ് ദ കിങ് ആൻഡ് ദി വൈൻ ദാറ്റ് ഹി ഡ്രിങ്ക്സ്. റിസോൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. റിസോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു റെസല്യൂഷൻ പാസ്സാക്കുക എന്നൊക്കെ പറയുമല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറുന്ന പ്രസ്ഥാനം ഉദിക്കുന്നില്ലെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതായത് ഡാനിയേൽ പറയുന്നത്, പറ്റിയാൽ ഇത് കഴിക്കണമെന്നില്ല, പിന്നെ ദൈവം സഹായിക്കണ്ടേ ബ്രദറെ എന്നൊന്നുമല്ല പറയുന്നത്. തല പോയാലും ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി കളയത്തില്ല. തല പോയാലും ഞാൻ രാജാവിൻ്റെ ഈ രാജകീയ ഭോജനത്തിൻ്റെ ഭാഗവാക്കാവുകയില്ല. തല പോയാലും ഞാൻ വ്യത്യസ്തനായിരിക്കും. ഞാനൊരു ഇസ്രായേലിയനാണ്. എൻ്റെ ദൈവം യഹോവയാണ്. ആ യഹോവയ്ക്ക് യോജിക്കാത്തതൊന്നും ഞാൻ ചെയ്യത്തില്ല. എൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള ബോധ്യം, ആ എബ്രായ ബാലന്മാർ അവരുടെ ഐഡൻറ്റിറ്റി സൂക്ഷിച്ചു. ബാക്കിയുള്ള 3 പേരെ തീയിലേക്ക് ഇടാനായിട്ട് നോക്കുമ്പോൾ രാജാവ് പറഞ്ഞു, ഇപ്പോൾ കാഹളം ഊതും, അപ്പം വണങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ച് തീക്കത്തിടും. ആരാ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത്? ഞാൻ നോക്കട്ടെ, ഏത് ദൈവമാണെന്ന് നോക്കട്ടെ. ഉടനെ എബ്രായ ബാലന്മാർ പറയുന്നത്, രാജാവേ, ഇക്കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് രക്ഷിക്കില്ലെന്നൊക്കെ നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവയ്ക്ക് ഞങ്ങളെ രക്ഷിപ്പാൻ കഴിയും. അതിപ്പം നീയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ ദൈവമായിട്ട് ഞങ്ങൾക്കുള്ള ബന്ധമാണ്. പിന്നെ അവൻ രക്ഷിച്ചില്ലയോ? എന്നാലും നീ നിർത്തിയിരിക്കുന്ന ഈ വിഗ്രഹത്തെ ഞങ്ങൾ നമസ്കരിക്കത്തൊന്നുമില്ല. കാര്യം ഞങ്ങളുടെ ഐഡൻറ്റിറ്റി അതല്ല. ഞങ്ങൾ ഡിഫറൻ്റാണ്, ഞങ്ങൾ വ്യത്യസ്തരാണ്. മരിച്ചാലും ഞങ്ങൾ ഇതിന് വണങ്ങുകയില്ല. ആ ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്ന ഒരു അനുഭവം, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നതായ കാര്യം. വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റി സൂക്ഷിക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതായ കാര്യം. പ്രിയമുള്ളവരെ, വ്യത്യസ്തരാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ വ്യത്യസ്തത നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്.
വ്യത്യസ്തരാകുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. അവർ നിങ്ങൾ എന്ന് പറയുന്ന ഡിഫറൻസ് ഉണ്ട്. അവരെ പോലെ ആകരുത്. അത് നമ്മൾ മനസ്സിലാക്കണം.